ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേരിയബിൾസിനെ കുറിച്ചാണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നേഴ്സ് ആണ്. അതായത് സർട്ടൻ വാല്യൂസിനെ അല്ലെങ്കിൽ സർട്ടൻ നെയിംസിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ആണ് ഈ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വേരിയബിൾസ് കൂടുതലായിട്ടും കേട്ടിട്ടുള്ളത് മാത്സിലൊക്കെയാണ് അല്ലേ. എക്സ് വൈ സെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചില വാല്യൂസിനെ അസൈൻ ചെയ്യാനായിട്ടുള്ളതാണ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ് എക്സ് ഈക്വൽ ടു ഒരു 1 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി അത് വർക്കാണോ, എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒന്ന് നോക്കി നോക്കാം. എങ്ങനെ? എക്സ് ഓൾറെഡി 1 ആണെന്ന് നമുക്കറിയാം. എക്സ് പ്ലസ് ഒരു 4 നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ആൻസർ 5 കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് അസൈൻഡ് ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇനി വൈ ഈക്വൽ ടു, എക്സ് മാത്രം പോരാ, നമുക്ക് വൈ വേണം. വൈ ഈക്വൽ ടു നമുക്കൊരു 6 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ, അപ്പോൾ എന്ത് കിട്ടി? 7. ഓക്കെ, കറക്റ്റ് അല്ലേ? എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 6, അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 7 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ 1 ആയത് എനിക്ക് മാറ്റണമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബാക്കോട്ട് പോയിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. ഇനി വീണ്ടും എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മാറുമോ? ഒന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ് ഈക്വൽ ടു ഒരു 3 കൊടുത്തു വിചാരിച്ചോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. ഇനി നമുക്ക് നോക്കി നോക്കാം. എക്സ് പ്ലസ് വൈ, നമുക്ക് 9 കിട്ടി. അപ്പോൾ 3 + 6 ആണ് 9. അപ്പോൾ കറക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. എക്സിൻ്റെ ആണെങ്കിലും വൈയുടെ വാല്യൂസ് ആണെങ്കിലും നമ്മൾ ഒരിക്കൽ വാല്യൂ അസൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ വീണ്ടും അസൈൻ ചെയ്ത് നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോ വേർഡ്സുകൾ ഉണ്ടാവില്ലേ, ABC അല്ലെങ്കിൽ പൈത്തൺ, അങ്ങനെയുള്ള വേർഡുകളും അല്ലെങ്കിൽ സ്ട്രിങ്ങുകളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ വേരിയബിൾസ് ആയിട്ട് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കി നോക്കാം. നെയിം ഈക്വൽ ടു, ഞാൻ പൈത്തൺ എന്ന് കൊടുക്കുന്നത്, പൈത്തൺ. പക്ഷെ ഇതൊരു എററാണ് കാണിക്കുന്നത്. നമ്മൾ നമ്പേഴ്സൊക്കെ കൊടുത്തിരുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് എക്സ് ഈക്വൽ ടു 6, 3 അങ്ങനെയൊക്കെയല്ലേ കൊടുത്തത്. അപ്പോഴൊന്നും എറർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രിങ് കൊടുക്കുമ്പോൾ എന്താണ്? കോഡ്സിൽ കൊടുക്കണം എപ്പോഴും. ഓക്കെ, അപ്പോൾ നെയിം ഈക്വൽ ടു കോഡ്സിൽ എന്ത് കൊടുക്കുകയാണ്? പൈത്തൺ. ഓക്കെ, അപ്പോൾ ഞാൻ പൈത്തൺ കൊടുത്തു. ഇനി എനിക്ക് ഇതിൽ ഓരോ വേർഡ്സുകളായിട്ടും വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ഓരോന്നിനെ നമ്പർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം. നെയിം ഓഫ് എന്നിട്ട് കൊടുത്തു 0 എന്നാട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നത് പി എന്നാണ്. അപ്പോൾ 0th പൊസിഷനിലിരിക്കുന്നത് പി ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്പറിങ് പോവുക? 0, 1, 2, 3 അങ്ങനെയായിരിക്കും. 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്പറിങ് വരുന്നത്. ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നെയിം ഓഫ് ഒരു 4 കൊടുത്തു നോക്കാം. പൈത്തൻ്റെ O ആണ് വന്നിട്ടുള്ളത്. നെയിം ഓഫ് ഒരു -1, ഇതെന്തായിരിക്കും? N. നിങ്ങൾ എന്തെങ്കിലും എങ്ങനെയാണ് N -1 കൊടുത്ത്? എന്നിൻ്റെ പൊസിഷൻ ശരിക്കും 5 അല്ലേ? നമുക്ക് നോക്കി നോക്കാം. നെയിം ഓഫ് 5 N അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി നെയിമിന് മൈനസ് ഇൻഡെക്സും ഉണ്ട് അല്ലേ. ഇൻഡെക്സിങ് നമ്മൾ 0 തൊട്ട് 1, 2, 3 എന്നുണ്ട്. പക്ഷേ N തന്നെ നമുക്ക് മൈനസ് ഇൻഡെക്സിൽ അല്ലെങ്കിൽ -1 കൊടുത്തപ്പോഴും കിട്ടി. ഇനി ഇതിന് എന്നിന് മാത്രമുള്ളൂ ആ പ്രോപ്പർട്ടി? നമുക്ക് നോക്കി നോക്കാം. നെയിം ഓഫ് ഒരു -3 നോക്കി നോക്കാം. ഓക്കെ, H. അപ്പം നമുക്ക് മനസ്സിലായി എന്നാൽ ലാസ്റ്റ് നിന്ന് -1, -2, -3 അല്ലേ. ഫ്രണ്ടിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് 0, 1, 2, 3 എന്നാണ് ഇൻഡെക്സിങ് ചെയ്യുന്നത്. പുറകിൽ നിന്ന് -1, -2, -3 എന്നാണ് ഇൻഡെക്സിങ് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോരോ ലെറ്റേഴ്സ് ആയിട്ടാണ് കിട്ടി. എനിക്കിനി ഇപ്പോൾ എനിക്ക് 1, 2, 3 അടുത്തുള്ള 2, 3 ലെറ്റേഴ്സ് ഒരുമിച്ച് കിട്ടണം. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ കിട്ടുമോ എന്നൊന്ന് നോക്കി നോക്കാം നമുക്ക്. നെയിം ഓഫ് എനിക്ക് ഫസ്റ്റത്തെ, അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ എനിക്ക് ഞാൻ വെറുതെ 0 to 2 എന്ന് കൊടുത്തു.
അപ്പോൾ എന്താ വരിക നോക്കാം. ഈ പിയും വൈയും ആവുന്നത്. അപ്പോൾ പിയും നമ്മൾ 0 മുതൽ 2 വരെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ലെറ്റർ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ 2 ലെറ്ററേ വന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ആ ലാസ്റ്റ് നമ്മൾ ഏതിലാണോ എൻഡ് ചെയ്യുന്ന നമ്പർ അത് നമ്മൾ ഒഴിവാക്കിയിട്ടായിരിക്കും നമുക്ക് കിട്ടുള്ളൂ. അതായത് 0 മുതൽ 2 വരെ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 0യും 1ഉം മാത്രമേ ഇൻക്ലൂഡഡ് ആവുള്ളൂ, 2 അതിൽ ഇൻക്ലൂഡഡ് ആവില്ല. അതായത് 0, 1 എന്ന് പറയുന്ന 2 പൊസിഷനിലുള്ള ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ. ഓക്കെ, ഏതാണോ നമ്പർ ലാസ്റ്റ് ആ നമ്പറിലുള്ള ലെറ്റർ നമുക്ക് എന്ത് തരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത നോക്കുകയാണെങ്കിൽ നെയിം. നമുക്കൊരു 0 മുതൽ അഗൈൻ 0 മുതൽ ഒരു 4 വരെ നോക്കി നോക്കാം. ഓക്കെ, PYTH 4 അക്കാണ് വന്നത്. 0 മുതൽ 4 വരെ 5 ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അഞ്ചാമത്തെ ലെറ്റർ, അതായത് 4th പൊസിഷനിൽ ഇൻഡെക്സ് നമ്പർ 4 വരുന്ന ഓ നമുക്ക് എന്ത് കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ സ്ലൈസിങ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇനി എനിക്ക് ഞാൻ വെറുതെ ലാസ്റ്റ് നമ്പർ കൊടുത്തിട്ടില്ല, നെയിം ഓഫ് ഒരു 2 മുതൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇത് വെച്ചിട്ട് അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ അറിയാൻ കിട്ടുക? അയ്യോ, അത് കൊടുത്തില്ലെങ്കിൽ എറർ വരുമോ നോക്കി നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 0യും 1ഉം വരുന്ന പൊസിഷനിലുള്ളതിനെ കിട്ടിയില്ല, കാരണം നമ്മൾ 2 മുതലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പൊസിഷനിലുള്ള THON, അതായത് എൻഡ് വരെ നമ്മൾ ലാസ്റ്റത്തെ, അതായത് ഏത് വരെയാണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ടിൽ ദ എൻഡ് വരെ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തുടക്കമില്ലെങ്കിൽ എന്ത് പറ്റും? അപ്പോൾ എന്തുണ്ടാവുക അതും നോക്കി നോക്കാം. നമുക്ക് ഒരു 3 വരെ. അപ്പോൾ നമുക്ക് എന്താ, തുടക്കം മുതൽ 3 ഇൻക്ലൂഡഡ് ആവില്ല അല്ലേ, മൂന്നാമത്തെ നമ്പർ ഇൻക്ലൂഡഡ് ആവില്ല. 0, 1, 2 വരെ വരുള്ളൂ. അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ, അതിങ്ങനെയാണ് സ്ലൈസിങ് വരുന്നത്. ഇത് വേരിയബിൾ ആണെന്ന് പറഞ്ഞു, കണ്ടെയ്നർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരത്തെ ഇപ്പോൾ നമ്പേഴ്സൊക്കെ ആയിരുന്നപ്പോൾ വേരിയബിൾ ആണെന്ന് പറഞ്ഞിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനും ആഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുമോ നോക്കി നോക്കാം അല്ലേ. അപ്പോൾ ഞാനൊരു കോഡ്സിലൊരു പൈത്തൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്നത് എന്താ, ഹായ് പൈത്തൺ എന്നാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഹായ് എന്ന് കൊടുത്തു, പ്ലസ് അല്ലേ നമ്മളെപ്പോഴും കൂട്ടാൻ വേണ്ടി എടുക്കുന്നത്, പ്ലസ് നെയിം കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് വേണ്ടത്? ഹായ് പൈത്തൺ എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണോ വരിക? യെസ്, ഹായ് പൈത്തൺ തന്നെ വന്നു. നമ്മൾ ഒരുമിച്ച് കൂട്ടി വന്നു. നമ്മൾക്ക് സാധാരണ ഹായ് പൈത്തൺ എന്നൊക്കെ പറയുമ്പോൾ സ്പേസ് ഒക്കെ ഇടും, പക്ഷെ നമ്മളിവിടെ സ്പേസ് മെൻഷൻ ചെയ്തില്ല. നമ്മളെന്താണ് സിസ്റ്റത്തോട് അല്ലെങ്കിൽ പൈത്തണോട് ആവശ്യപ്പെട്ടത്? ഹായും പൈത്തൺ നമുക്ക് ഒരുമിച്ച് വേണമെന്ന്. അതുപോലെ തന്നെ എന്ത് വന്നു? ഹായ് പൈത്തണ് ഒരുമിച്ച് വന്നു അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ഇത്. അപ്പോൾ ഈ നെയിം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ എന്തായി? അത് വേരിയബിളായിട്ട് ആക്ട് ചെയ്യില്ല, ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് വേരിയബിൾസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വേറൊരു ക്ലാസ്സായിട്ട് കാണാം.